വാർത്തയിലേക്ക്. ക്ഷേത്ര ദർശനത്തിനിടെ മാല മോഷണം. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രതികളെ പിടികൂടി തൃശൂർ ഈസ്റ്റ് പോലീസ്. പറഞ്ഞുവരുന്നത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ഒരു മാല മോഷണത്തെക്കുറിച്ചാണ്. 2 പേരിൽ നിന്നായി 16 പവനാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം കവർന്നത്. എറണാകുളം ആലുവയിൽ നിന്നാണ് 4 അംഗ സംഘം പോലീസിന്റെ പിടിയിലായത്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനിടെ സെപ്റ്റംബർ 14, 15 എന്നീ ദിവസങ്ങളിലാണ് പൂങ്കുന്നം സ്വദേശിയുടെ 8 പവനോളം തൂക്കം വരുന്നതും ചൂണ്ടൽ സ്വദേശിയുടെ 8.5 പവനോളം തൂക്കം വരുന്നതുമായ മാലകൾ മോഷണം പോയത്. ഇരുവരും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇൻസ്പെക്ടർ ജിജോ MJ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പ്രതികളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതെ വന്നതോടെയാണ് AI സഹായം തേടിയത്. ഗുരുവായൂർ ഏകാദശിക്ക് നടന്ന മാലമോഷണത്തിന്റെ ദൃശ്യങ്ങൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ക്രിമിനൽ ഗ്യാലറി ലഭിച്ച ഫോട്ടോകൾ കാണിച്ചു കൊടുത്തതിൽ നിന്ന് പ്രതികളിൽ ഒരാളെ തിരിച്ചറിയുകയായിരുന്നു. അമ്പലങ്ങളിലും ബസ്സുകളിലും സ്ഥിരമായി മോഷണം നടത്തി വന്ന ഷെൽവി എന്ന സ്ത്രീയെയാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. അങ്ങനെയാണ് ഷെൽവിയും കൂട്ടരും ആലുവയിലുണ്ടെന്ന് കണ്ടെത്തുകയും ആലുവ എളമക്കരയിലുള്ള ലോഡ്ജിൽ നിന്നും ഇവരെ പിടികൂടുകയും ചെയ്തത്. ചെന്നൈ പാളയം സ്വദേശി ഷെൽവി, മധുരൈ MS കോളനി സ്വദേശി പാർവതി, മധുരൈ മടക്കുളം സ്വദേശി സരസ്വതി, ചെന്നൈ സ്വദേശി അമ്മു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. സന്ധ്യ എന്ന് വിളിക്കുന്ന ഷെൽവിക്ക് എറണാകുളം, ചേർത്തല, തൃക്കാക്കര, വലപ്പാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4 ക്രിമിനൽ കേസുകളും പാർവതിക്ക് ലക്ഷ്മി എന്ന പേരിൽ എറണാകുളം, ഉദയംപേരൂർ, വലപ്പാട് എന്നീ സ്റ്റേഷനുകളിലായി 4 ക്രിമിനൽ കേസുകളും ഉള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതികളും കൂട്ടാളികളും കേരളത്തിലെ വിവിധ ഉത്സവ സമയത്ത് കൂട്ടമായി വന്ന് താമസിച്ച ക്ഷേത്രങ്ങളിൽ വരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും അതിവിദഗ്ധമായി മോഷണം നടത്തുകയാണ് പതിവ്. മോഷണം ചെയ്ത വസ്തുക്കൾ മിനിറ്റുകൾക്കുള്ളിൽ കൈമാറ്റം ചെയ്യുകയും പിന്നീട് അവ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി ആർഭാട ജീവിതം നയിച്ചുവരുന്നതുമാണ് ഇവരുടെ രീതി. പിടിക്കപ്പെട്ടാൽ പേരുകൾ മാറ്റി പറഞ്ഞും അസുഖം അഭിനയിച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. റിപ്പോർട്ടർ, തൃശൂർ.